റീസെൻ്റായിട്ട് എനിക്കുണ്ടായ ഒരു ബാഡ് എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്നത്. ഒരു കുട്ടി എൻ്റെ അടുത്ത് ഓൺലൈനായിട്ട് ഇൻഡിവിജ്വൽ ക്ലാസ് എടുത്തെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അയച്ചു കൊടുത്തു. അപ്പോൾ അയാൾ പറഞ്ഞു, ഈ റേറ്റ് എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല, ഞാൻ ഫിനാൻഷ്യലി ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കുട്ടിയാണ്, ഈ കോഴ്സ് ചെയ്തിട്ട് വേണം എനിക്ക് ഇൻഡിപെൻഡൻ്റായി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ. ഭയങ്കരമായിട്ട് കൺവിൻസ് ചെയ്തപ്പോൾ ഞാനും വിചാരിച്ചു, അത്രയും ബുദ്ധിമുട്ടായതുകൊണ്ടല്ലേ ആ കുട്ടി പറയുന്നത്, നമുക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ എനിക്കും അയാൾക്കും പറ്റുന്ന രീതിയിൽ ഒരു എമൗണ്ട് നമ്മൾ ഫിക്സ് ചെയ്ത് ഇത് പേ ചെയ്യുന്ന ടൈമിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഫുൾ എമൗണ്ട് ചെയ്യുന്നില്ല, ഞാൻ ഹാഫ് ചെയ്യാം, ബാക്കി ഞാൻ ക്ലാസ് പകുതി ആകുമ്പോഴേക്കും ചെയ്യാമെന്ന് പറഞ്ഞാൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ഡേ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ക്ലാസ്സിൻ്റെ ഫീസ് കുറച്ച് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഈ കുട്ടി ഇത്രയും ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തത്. ഇതിൻ്റെ ക്ലാസ് ആയിരുന്നു. ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് 5 days കഴിഞ്ഞപ്പോൾ ഞാൻ ബാലൻസ് എമൗണ്ട് ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു, ഞാൻ ചെയ്യാമെന്ന് പറയുന്നതല്ലാതെ എമൗണ്ട് പേ ചെയ്യുന്നില്ല. അങ്ങനെ പിന്നെ 2 ദിവസത്തെ ക്ലാസ് കൂടെ കഴിഞ്ഞപ്പോഴേക്കും ആളെനിക്കൊരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ 500 rupees കൊടുക്കുന്ന ഒരു ഹെന്ന ക്ലാസ്സിൻ്റെ വീഡിയോ ആണ് ആളെനിക്ക് ഷെയർ ചെയ്ത് തന്നത്. പുള്ളിക്കാരി എന്നിട്ട് എന്നോട് പറയണമെന്ന് വെച്ചാൽ 500 rupees ഉള്ളൂ ഹെന്ന ക്ലാസ്സിന്, അതുകൊണ്ട് ഞാൻ തന്ന എമൗണ്ട് അല്ല, നിങ്ങൾ 500 rupees എടുത്തോ, എന്നിട്ട് ബാക്കി എനിക്ക് റീഫണ്ട് ചെയ്യാനാണ് ഇയാൾ പിന്നീട് എനിക്ക് ഫുൾ ടൈം മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ആ കുട്ടിയുടെ ഇപ്പോഴത്തെ മെസ്സേജ് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ആ കുട്ടിയെ നിർബന്ധിച്ച് ക്ലാസ്സിൽ ചേർത്ത പോലെയാണ്. 500 rupees കുറഞ്ഞ റേറ്റിൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ അത് 7 ദിവസത്തെ ക്ലാസ് കഴിഞ്ഞിട്ടല്ല അന്വേഷിച്ച് പോവേണ്ടത്. ഫീസ് കുറച്ച് കിട്ടാൻ വേണ്ടി ഫിനാൻഷ്യലി ബുദ്ധിമുട്ടാണെന്നൊക്കെ ആവശ്യമില്ലാത്ത ആളുകൾ, അർഹതയില്ലാത്ത ആളുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അർഹത ഉള്ളവർക്കും കൂടി കിട്ടാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഇത്. ഇതുവരെ ഞാൻ ആ കുട്ടിക്ക് ഫീസ് റിട്ടേൺ ചെയ്തിട്ടില്ല. ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻസിലൂടെ അറിയിക്കണേ.